നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഏഴര ശനിയിലെ ജന്മശനിയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. എന്താണ് ഏഴര ശനി? ഈ ഏഴര ശനി ആർക്കൊക്കെയാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത്? ആർക്കൊക്കെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും? ഇതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഏഴര ശനി എന്ന് പറയുന്നത് നമ്മൾ ചന്ദ്രലഗ്നം, ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാശിയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയമാണ് നമ്മുടെ നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ നമ്മുടെ ജന്മനക്ഷത്രം, അതിന് ജന്മക്കൂർ എന്ന് പറയുന്നു, അത് ജന്മരാശി എന്ന് പറയുന്നു. ഈ ജന്മക്കൂറിൻ്റെ, ഈ ചന്ദ്രൻ സഞ്ചരിക്കുന്ന രാശിയുടെ 12ാം ഭാവത്തിലും ജന്മത്തിലും 2ാം ഭാവത്തിലും കൂടി ശനി 7.5 വർഷക്കാലം സഞ്ചരിക്കുന്നുണ്ട്. കാരണം ഓരോ രാശിയിലും 2.5 വർഷം 2.5 വർഷം 2.5 വർഷം വെച്ചാണ് 7.5 വർഷം സഞ്ചരിക്കുന്നത്. ഇങ്ങനെ സഞ്ചരിക്കുന്ന കാലയളവിലാണ് ഏഴര ശനിക്കാലം എന്ന് പറയുന്നത്. ഒരു മനുഷ്യ ആയുസ്സിൽ ഏഴര ശനി 3 പ്രാവശ്യമാണെന്ന് ബാധിക്കുന്നതെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ആദ്യം ഏഴര ശനി ബാധിക്കുമ്പോൾ നമ്മൾ ചെറുപ്പമായിരിക്കും, വളരെ ചെറുപ്പമായത് കാരണം നമുക്കതിൻ്റെ ഫീലിംഗ് ഒന്നും തന്നെ അനുഭവിക്കാൻ അറിയത്തില്ല, എന്താണ് എന്ന് തിരിച്ചറിവ് ബോധം ഉണ്ടാകത്തില്ല. എന്നാൽ 2ാമത്തെ ശനി വളരെയധികം ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ശനി ഏറ്റവും കൂടുതൽ മനസ്സിനെ ബാധിക്കും, ധനത്തെ, ആരോഗ്യത്തെ, അങ്ങനെയൊക്കെയുള്ള കുടുംബജീവിതത്തെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബാധിക്കാറുണ്ട്. മനസ്സാവാച കർമ്മം അറിയാതെ നല്ല കാലയളവിലൊക്കെ ഏഴര ശനി ബാധിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന തകർച്ച വളരെയധികം വിഷമതകളിലേക്ക് കടത്താറുണ്ട്. അപ്പോൾ ഈ ഏഴര ശനി ആർക്കൊക്കെയാണ് ബാധിക്കാത്തത്? യഥാർത്ഥത്തിൽ ഏഴര ശനി ബാധിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശനി ജാതകത്തിൽ ഗുണപ്രദമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ ശനിയുടെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. എന്നിരുന്നാലും ശനിയുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടേ പോവുകയുള്ളൂ. ഏഴര ശനിക്കാലം എന്ന് വെച്ചാൽ ഇത് അനുഭവം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ കൂടുതലും ജീവിതത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിരിക്കും. അത്രമാത്രം ശനി ഒരു അധ്യാപകനായിട്ട് മാറുന്നൊരു കാലയളവാണ് ഏഴര ശനിക്കാലം എന്ന് പറയുന്നത്. അപ്പം ഈ ജന്മത്തിൽ ശനി നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലഗ്നത്തിൽ നിൽക്കുക, ചന്ദ്രലഗ്നത്തിൽ നിൽക്കുന്ന ശനിയാണ് ജന്മത്തിൽ നിൽക്കുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് ജന്മശനി എന്ന് പറയുന്നത്. ഏഴര ശനിയിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ജന്മശനി നടക്കുന്ന 2.5 വർഷക്കാലം. ജന്മശനി ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ആരോഗ്യം ശ്രദ്ധിക്കുക. വിട്ടുമാറാത്ത ക്ഷീണം, സന്ധിവേദന, തലവേദന, അതുപോലെ പരിക്കുകൾ പറ്റുക, അപകടങ്ങളുണ്ടാകുക, ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം പാലിക്കുക, വയറിനൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാനസികമായി പിരിമുറുക്കം, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവ് കുറയുക, ചെയ്യുന്ന കാര്യത്തിൽ അലസത കാണിക്കുക, ആത്മവിശ്വാസം കുറയുക, എല്ലാ കാര്യവും വളരെയധികം പരിശ്രമിക്കുക, ഫലം കിട്ടാതെ പോകുന്നൊരു കാലഘട്ടം, എല്ലാവരാലും കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. നമ്മൾ എന്ത് ചെയ്താലും ആരും തന്നെ നമുക്ക് യാതൊരു അംഗീകാരവും നമുക്ക് തരികയില്ല. അപവാദം കേൾക്കുകയും എന്ത് കാര്യം ചെയ്താലും നമുക്ക് നല്ല കാര്യമാണെങ്കിലും അർഹിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അത് നമുക്ക് അർഹത ഒന്നും തന്നെ ഇല്ലാത്ത വരിക, അല്ല അർഹത ലഭിക്കാതെ വരിക, കുടുംബത്തോട് സുഹൃത്തുക്കളോ കുടുംബമോ സുഹൃത്തുക്കളോ അനാവശ്യമായി തർക്കത്തിൽ വരികയും, അങ്ങനെ വരുന്ന കാലത്ത് കഴിവതും നമ്മൾ ഒഴിഞ്ഞു മാറി പോകണം. ശനി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഈ കാലഘട്ടത്തിൽ ശനി നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ജന്മശനി. കഠിനമായി ശിക്ഷണം തരുന്ന ഒരു അധ്യാപകനെ പോലെയാണ് ശനി നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ ജീവിതത്തിൽ ഈ ശനി വളരെയധികം പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അച്ചടക്കം, ക്ഷമ, യാഥാർത്ഥബോധം എന്നിവ നമ്മെ ശനി പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ കാലയളവിൽ ഇവ പഠിക്കുകയും ചെയ്യും. നമ്മൾ ഈ കാലയളവിൽ ഈ ജന്മശനി വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? കഴിവതും മടി ഒഴിവാക്കുക, ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരിക, കർമ്മനിരതരാകുക, പരമാവധി സത്യസന്ധരാകുക,
ശനി എന്ന് വെച്ചാൽ നീതിയുടെ ദേവനായതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ശനി നമുക്ക് ഗുണങ്ങൾ തരും. കഠിനാധ്വാനം ചെയ്യുന്നവർ പെട്ടെന്നുണ്ടാകുന്ന കോപം അടക്കുക. കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ചു വരുന്നവരെ സഹായിക്കുന്നത് ശനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും. ഇടവം തുലാം ലഗ്നക്കാർക്ക് ശനി അത്ര ദോഷം ചെയ്യുകയില്ല. ജാതകത്തിൽ വ്യാഴദൃഷ്ടി ഉള്ള ഒരു ജാതകമാണെങ്കിലും ശനി അങ്ങനെ ദോഷം ചെയ്യുകയില്ല. അപ്പം ജന്മത്തിൽ ശനി നിന്നാലുള്ള ദോഷഫലങ്ങൾ മനസ്സിലായല്ലോ. കാരണം ശനിദേവന് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തരുന്നുണ്ട്. എന്നിരുന്നാലും ശനി അംഗീകരിക്കുക. അദ്ദേഹത്തിൻ്റെ അതേ ഒരു ലെവലിൽ നമ്മൾ എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ നമ്മൾ അനുസരണയോടുകൂടി പോവുകയാണെങ്കിൽ ശനി നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരും. അപ്പം നമ്മുടെ ജാതകത്തിൽ ശനി വളരെയധികം ദോഷഫലത്തിൽ ദോഷസ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ശനി കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതെല്ലാം നല്ല സ്ഥാനങ്ങളിലൊക്കെയാണ് ശനി നിൽക്കുന്നതെങ്കിൽ ദോഷങ്ങളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെയും കൂടുതൽ നമ്മളെ അങ്ങോട്ട് കഷ്ടപ്പെടുത്തത്തില്ല. അപ്പോൾ ജന്മത്തിലെ ശനി ഏതാണെന്ന് മനസ്സിലായല്ലോ.